ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാം എൻ്റെ പേര് അർഷ. ഞാൻ കണ്ണൂർ തലശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ആയി ഇപ്പോൾ 2 മാസമാവുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് CEP-ൽ വന്ന എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും മനോഹരമായിട്ട് ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ സെഷനാണ്. ഇന്ന് നമ്മൾ മോസ്റ്റ് 4 ബേസിക്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഈ ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സുഷിത മാമിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. മാം കോതമംഗലം സ്വദേശിനിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ സിൽവർ ഡയറക്ടറായ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ് ഓണ്ടർപ്രണറാണ്. മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു ആർഷ. താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഈ ഒരു മോർണിംഗ് സെഷനിലേക്ക് എല്ലാവരെയും അർഷ പറഞ്ഞ പോലെ തന്നെ സ്വാഗതം ചെയ്യാണ്. എല്ലാവരും ഇപ്പോ ഒരു ഉറക്കത്തിന്റെ ഒക്കെ ഒരു മൂഡിലായിരിക്കും അല്ലെ? പലരും അടുക്കളയിൽ ജോലി തിരക്കിലാവാം, പലരും കട്ടിലിൽ കിടക്കാവാം അല്ലെ? എണീറ്റ് ഇരുന്ന് CEP അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചിരിക്കാമോ? ഇപ്പൊ നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഒന്ന് ചിരിച്ചേ. കാരണം ഈ ചിരി എന്ന് പറയുന്നത്, വിനോദ് സാർ ഒന്ന് ചിരിക്കുക. ആകെ വിനോദ് സാറിനും അർഷനും മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. ഓക്കെ. അപ്പോ നമ്മൾ ചിരിക്കുമ്പോ നമ്മളുടെ ഫേസിലേക്ക് വരുന്ന ആ ഒരു കോൺട്രാക്ഷൻ അല്ലെ, നമ്മളുടെ ചീക്സിന് കവിളിനും ഒക്കെ വരുന്ന ഒരു കോൺട്രാക്ഷൻ, കണ്ണുകളിൽ വരുന്ന തിളക്കം, ഇതൊക്കെ നമ്മളുടെ ഒരു ദിവസം പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു മോർണിംഗ് CEP എന്ന് പറയുന്നത്. ഒരുപാട് നല്ല അഫർമേഷൻസും അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ലൈഫിനെയും ഒക്കെ കുറെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ CEP എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ രാവിലെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മറ്റ് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഈ ഇന്നത്തെ ഈ ഒരു പുലരി കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗ്യം നമ്മൾക്ക് ലഭിച്ചു. നമ്മൾ സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളോടും ഗുരുക്കളോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു CEP എന്ന് പറയുന്നത് തന്നെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണല്ലേ, സ്ഥിരമായിട്ടുള്ളത്, കണ്ടിന്യൂസ്ലി പോകുന്ന ഒരു സെഷനാണ്. അപ്പൊ അതിൽ നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ആകുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഗ്രോത്ത്. പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, ബിസിനസ് ഗ്രോത്ത് ആയിക്കോട്ടെ. നമ്മൾ ഈ ഒരു ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രമാത്രം നമ്മൾ പഠിക്കുന്നു അത്രമാത്രം നമ്മൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് അല്ലെ. നമ്മള് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ്സിലാണെന്ന് പറയാം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിലും നടക്കുന്നുണ്ട്. എങ്കിലും നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനിയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിയമാനുസൃതമായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് പോകുന്ന വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 21 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു മേഖലയുടെ പ്രത്യേകത, പല മേഖലയിൽപ്പെട്ട വ്യക്തികളും ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു വീട്ടമ്മയുണ്ടാവാം, അല്ലെങ്കിൽ ജോലിക്കൊന്നും പോവാൻ പറ്റാതെ 60-65 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ, റിട്ടയർമെന്റ് ലൈഫിൽ ഉള്ള വ്യക്തികൾ ഈ ഒരു ബിസിനസ്സിൽ, നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാവാം. അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ പല മേഖലയിൽപ്പെട്ട, ഇപ്പൊ നമ്മളുടെ അപ്ലൈൻ, ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള നമ്മളുടെ ജ്യോതിഷ് സാറ് സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അതുപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഒരുപാട് മേഖലയിൽപ്പെട്ട വ്യക്തികളോടൊപ്പം അവരുടെ ലീഡർഷിപ്പിൽ നമ്മൾക്കും ഒന്നു ചേരാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ്സിൽ നമ്മൾക്ക് ചേരാൻ സാധിച്ചിരിക്കുന്നു. അപ്പൊ 21 വർഷത്തെ പാരമ്പര്യമുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ പ്രോഡക്ട്സ് അത്രയും ക്വാളിറ്റി ആണ്. ബെസ്റ്റ് കമ്പനി, ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമ്മളുടെ എല്ലാവർക്കും ഉള്ളത്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം MC ചെയ്ത ആശ മാം പറഞ്ഞു, ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. നമ്മൾക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് വ്യക്തികളെയാണ് അല്ലെ, ജനങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു നല്ല ടീം വേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത സമയത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല, ഇതൊരു ടീം വർക്കാണെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മൾക്കൊരു നല്ല ടീം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം, നമ്മളെല്ലാവരും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പാസീവ് ഇൻകം ഒക്കെ ഏൺ ചെയ്യണം, നമ്മളില്ലാതെയും നമ്മളുടെ ആബ്സെൻസിലും ഒരു വരുമാനം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്?
നമുക്ക് നല്ലൊരു ടീം വേണം അല്ലെ. അപ്പോൾ ഈ ഒരു ടീമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മാത്രം ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടായി നമ്മളുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കി കമ്പനിയുടെയും പ്രോഡക്ട്സിന്റെയും ഒക്കെ ക്വാളിറ്റി മനസ്സിലാക്കി ഇതിൽ വന്നു എന്നതിൽ ഉപരി നമ്മൾക്ക് നല്ലൊരു ടീം ഉണ്ടാകുമ്പോഴാണ് ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്താണ് അതില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെയും എന്താ അടിത്തറ എന്ന് പറയുന്നത് 4 ബേസിക്സ് ആണ്. 4 ബേസിക്സ് എന്ന് പറയുന്ന അതായത് ഒരു ഫൗണ്ടേഷൻ, നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലിസ്റ്റ് ബിൽഡിംഗ് ചെയ്യണം, അവരോട് പ്ലാൻ കാണിക്കണം, ഷോ ദ പ്ലാൻ അല്ലെ. അതുപോലെ തന്നെ എന്താ അവരെ ഇൻവൈറ്റ് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ കാണിക്കണം, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ ഒരു 4 ബേസിക്സിലൂടെയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഒത്തിരി നിലകൾ പണിയുന്ന ബിൽഡിങ്ങുകളൊക്കെ അതിന്റെ ഫൗണ്ടേഷൻ എത്രമാത്രം സ്ട്രോങ് ആവുന്നോ അത്രമാത്രം മുകളിലേക്ക് നമ്മൾക്ക് പണിതുയർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് എത്രമാത്രം നമ്മൾ ഈ ഒരു 4 ബേസിക് എന്ന ഈ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ ചെയ്യുന്നു, നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം വന്നിരിക്കുന്ന വ്യക്തികളെയും ആ ഒരു കാര്യം എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യുന്നു, അതാണ് നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യം ഹൗ ടു ബിൽഡ് എ ടീം. നമുക്ക് എങ്ങനെ ഒരു നല്ല ടീം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ്കോഴ്സ് എല്ലാവർക്കും അതിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേയധികം ഹിന്റുകൾ കിട്ടുന്നുണ്ടാവും. അതനുസരിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷൻ ആണ് നമ്മളുടെ ഈ ഒരു 4 ബേസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഒരുപാട് 4 വർഷത്തിലധികം ബിസിനസ്സിലുള്ള വ്യക്തികൾ, ഇപ്പോൾ നമ്മുടെ ഷാജി മിത്തൽ സാർ, ഭീമ മാഡം, അവർക്ക് ഒരുപാട് നാളായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്ത വ്യക്തികളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത്, ഈ ഒരു 4 ബേസിക്സ് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അല്ല. നമ്മൾ എത്രമാത്രം നാൾ ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്നോ അത്രമാത്രം നാൾ നമ്മൾ ഈ 4 ബേസിക്സ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒരടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മളോടൊപ്പം വന്നിരിക്കുന്നവരും ഈ 4 ബേസിക്സ് എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടു ലിസ്റ്റ് ബിൽഡിംഗ്. ഫസ്റ്റത്തെ ഈ ഒരു 4 ബേസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ മാത്രം, ഈ ഒരു 4 കാര്യങ്ങളിൽ ഈ ഒരു ടോപ്പിക്കിനെ മാത്രം ഇത്ര എക്സ്പാൻഡ് ചെയ്ത ഒരു സെഷൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ്? ജനങ്ങളാണ്. നമ്മൾ പറഞ്ഞു ജനങ്ങളെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ലിസ്റ്റ് ബിൽഡിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കല്യാണം നടത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഒരു ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും അല്ലേ. കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ ഇത്ര ആളുകളെ വിളിക്കണം, അല്ലെങ്കിൽ ചില സമയത്ത് ലിസ്റ്റ് ആ ഒരു നമ്മളത് എഴുതി വെച്ചില്ല എങ്കിൽ മറന്നു പോകുന്നുണ്ടാവും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കോട്ടെ, നമ്മൾക്ക് അത്യാവശ്യമുള്ള കുറേ സാധനങ്ങൾ മറന്നു വെച്ചിട്ട് അവിടെ കാണുന്ന, ചിലപ്പോൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന കുറേ അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടും പോരുന്നുണ്ടാവും. അപ്പൊ ലിസ്റ്റിന് അത്രയും മാത്രം പ്രാധാന്യം ഉണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ലൈഫിലും. ഓക്കെ. അപ്പോ നമ്മൾ ആരോടൊക്കെയാണ് ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാം അല്ലെ. അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ആർക്കാണ് ഈ ബിസിനസ് വേണ്ടാത്തത്? നിങ്ങൾക്കൊന്ന് പറയാമോ? ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് വേണ്ടാത്തതായിട്ടുണ്ടോ? കാരണം നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റിലുള്ള എല്ലാവർക്കും വേണ്ടത് സമ്പത്തും ആരോഗ്യവുമാണ് അല്ലെ. ആരോഗ്യം എല്ലാവർക്കും ആവശ്യമാണ്, അതുപോലെ തന്നെ സമ്പത്തും ആവശ്യമാണ്. അപ്പോ ഈ സമ്പത്തും ആരോഗ്യവും ആവശ്യമില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല. അപ്പോ നമ്മൾ എല്ലാവർക്കും, നമ്മുടെ മുന്നിൽ കാണുന്ന ഏതൊരാൾക്കും 18 വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഷെയർ ചെയ്യാൻ സാധിക്കുന്ന അത്രയും എക്സ്പാൻഡ് ആയിട്ടുള്ള അത്രയും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൺമുന്നിൽ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ പ്രോസ്പെക്ട്സ് ആണ്.
അപ്പോൾ ഇന്ന ആളോട് മാത്രമേ ഈ ബിസിനസ് ഷെയർ ചെയ്യാവൂ, ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. എല്ലാവരും നമ്മൾക്ക് എന്താ നമ്മളുടെ പ്രോസ്പെക്ട്സ് ആണ്. ഇനി ആരൊക്കെ നമ്മൾ ഒരു പ്രോസ്പെക്ടിങ് നടത്തുമ്പോൾ നമുക്ക് തോന്നാം ഇവര് ബിസിനസ് ചെയ്യോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ അവരോട് എന്തോ ഒരു ഹെൽപ്പ് ചോദിച്ച് എന്റെ കൂടെ ബിസിനസ്സിൽ ചേരാമോ, അപ്പൊ എനിക്ക് പോയിന്റ് കൂടും അല്ലെങ്കിൽ എനിക്ക് വരുമാനം കൂടും, അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു പൂർ മൈൻഡ് സെറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് അപ്രോച്ച് ചെയ്യുന്നത്. കുറെ വ്യക്തികളെ, കുറെ അധികം, ഒരു 90% വരെ വ്യക്തികളെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവരെങ്ങനെങ്കിലും എന്നോടൊരു ബിസിനസ്, ഞാനൊരു 10 പേർക്ക് പ്രോസ്പെക്ടിങ് നടത്തിയല്ലോ അല്ലെങ്കിൽ ബിസിനസ് ഷെയർ ചെയ്തല്ലോ, എങ്ങനെയെങ്കിലും ഇവർ എന്റെ കൂടെ ഒന്ന് വന്നെങ്കിൽ. നേരെ മറിച്ച് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു നല്ല കാര്യം അവരുടെ ലൈഫിൽ ഒരു സമ്പത്തും ആരോഗ്യം ഒക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേശമാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിൽ, ഒരു റിച്ച് മൈൻഡ് സെറ്റിൽ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും, അല്ലെ? നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ആവശ്യമുള്ളത് ഒരു വരുമാനമില്ലാത്ത വ്യക്തികൾക്ക് മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല. ആർക്കൊക്കെ നമുക്ക് ഇത് ബിസിനസ് ഷെയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു, എല്ലാവർക്കും ചെയ്യാം. കാരണം 18 വയസ്സ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അവർക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഒത്തിരി ജോലികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാം, ചില വ്യക്തികളെ അറിയില്ലാത്തത് കൊണ്ടാണ് ഒത്തിരി 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 മേഖലയിൽ ജോലി ചെയ്യും. ഇപ്പൊ നമുക്കറിയാം ഇതിൽ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്. അവരെന്തിനാണ് ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്? കാരണം ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമുണ്ട്, അല്ലെ? അപ്പോൾ അങ്ങനെ ജോലിയുള്ളവരെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. കാരണം അവരുടെ വിലപ്പെട്ട കുറച്ച് സമയം മാറ്റി വെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക്, അവർക്ക് ഇപ്പൊ മുമ്പ് ജോലി ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെയും പാരന്റ്സിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജോലി മാറ്റി, അവരുടെ ഒരു വരുമാന സ്രോതസ് നിലച്ചു പോയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാം. റിട്ടയർമെന്റ് ലൈഫ് കഴിഞ്ഞവരെയോ അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ഇനിയും നടക്കാൻ ബാക്കിയുള്ള സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കൂ, 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കാണ് ഈ ഒരു ബിസിനസ് വേണ്ടാത്തത്? എല്ലാവർക്കും വേണം, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ആർക്കൊക്കെ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു, എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് മേക്ക് എ പ്രോസ്പെക്ട് ഓഫ് മിനിമം 100 പീപ്പിൾ. നമ്മളൊരു 100 പേരുടെ ലിസ്റ്റ്, നമുക്കിപ്പോ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, നമ്മുടെ ഫോണിൽ തന്നെ ഒത്തിരി കോണ്ടാക്ട്സ് ഉള്ളവരാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മൾ 100 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചു. 100 പേരുടെ ലിസ്റ്റ് എഴുതി വെക്കുമ്പോൾ ചിലര് പറയുന്നുണ്ടാവും, ഈ ഒരു ലിസ്റ്റ് എനിക്കറിയാലോ, ഞാൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പലർക്കും എഴുതാൻ മടിയാണ്, അല്ലെ? എഴുതി വെക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. ഞാനിപ്പോ ഒരു എ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തികൾക്കാണ്, നമ്മുടെ എല്ലാവരുടെയും കോണ്ടാക്ട്സിൽ എ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തില്ല, അല്ലെ? അപ്പൊ എ വെച്ചിട്ടുള്ള കോണ്ടാക്ട്സിലേക്ക് ആയിരിക്കും കുറച്ച് നമ്പേഴ്സിലേക്ക് അയക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ആ ഒരു ലിസ്റ്റ് എഴുതി വെക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചെങ്കിൽ മാത്രമാണ് അറിയുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? നമ്മൾ ഒരു 100 പേരുടെ കോണ്ടാക്ട് ആദ്യം തന്നെ, നമ്മൾ ഇന്ന് ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് ഇപ്പൊ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് ചെയ്യാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? ഒരു 100 പേരുടെ നമ്പേഴ്സ് എഴുതി വെക്കുകയാണ്. അപ്പൊ നമ്പർ മാത്രം എഴുതി വെച്ചാൽ മതിയോ? പോരാ. അവരുടെ എന്ത് വേണം? പ്ലേസ് വേണം, അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷൻ വേണം, മൊബൈൽ നമ്പർ വേണം, മാർക്സ് വേണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു വ്യക്തിയുടെ പേര് എഴുതി വെച്ചു. ഇപ്പൊ എന്റെ പേര് സുഷിത, അതില് പ്ലേസ് എറണാകുളം ജില്ലയിൽ കോതമംഗലമാണ്. അപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ എന്തെങ്കിലും തരത്തിലുള്ള സിഇഒസും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫംഗ്ഷൻസും ഒക്കെ നടക്കുമ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിക്ക് എന്നെ ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു സിഇഒയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അവരുടെ സ്ഥലം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഫംഗ്ഷൻസിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രൊഫഷൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയാണ്. അപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തി ഞാനുമായിട്ടൊരു പേഴ്സണലി കുറച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ മുമ്പ് ജോലിയുള്ള വ്യക്തിയായിരുന്നു, ഇപ്പോൾ വരുമാനം ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഫഷൻ ബേസിൽ നമ്മളുടെ റിമാർക്സ് അനുസരിച്ചിട്ട് നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓഫ് കോഴ്സ് നമുക്ക് മൊബൈൽ നമ്പർ നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ മാത്രം എഴുതി വെക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പം
ആവും. പിന്നീടും അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു മുന്നു പരിചയമില്ലാത്തൊരു വ്യക്തിയോട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കേണ്ട വരില്ല അല്ലേ. അവരുടെ പ്രൊഫഷൻ അറിയാം, എങ്ങനെ പോകുന്നു, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ സൂമിലൂടെയാണ് ബിസിനസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടായിരിക്കും കൂടുതൽ പരിചയം വരുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടീച്ചറാണ്, അപ്പൊ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നോ, എങ്ങനെയാണ്, അപ്പൊ അവരായിട്ടൊരു സൗഹൃദ സംഭാഷണത്തിനൊക്കെ നമുക്ക് അതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു 100 പേരുടെ ലിസ്റ്റ് എഴുതി വെച്ചു. ഇനി അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ക്രിയേറ്റ് ഇറ്റ് ആസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ FRIENDS എന്നുള്ളത്, അതിനൊക്കെ ഓരോ ലെറ്റേഴ്സിനും ഓരോ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ച് കാറ്റഗറി തിരിച്ച് നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എന്താ പറയാ, നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എഫ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലി, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. സ്ക്രീൻ ഷെയറിംഗ് പോയി. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡ് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ നമ്മൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 6 എന്ന് പറയുന്നത് റിലേറ്റീവ്സ് ആണ്. നമ്മൾക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ എന്റെ റിലേറ്റീവ്സ്, അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് റിലേറ്റീവ്സ്, അങ്ങനെ റിലേറ്റീവ്സ് ഓഫ് റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് റിലേറ്റീവ്സിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ I ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ. നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, അതുപോലെ തന്നെ ബാങ്ക്, ഒത്തിരി സ്ഥാപനങ്ങൾ അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കുറെ നമ്പേഴ്സും നമ്മുടെ ഫോണിൽ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമ്പർ നമ്മുടെ ഫോണിൽ ഉണ്ടെന്ന്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വ്യക്തികൾക്ക് നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിൽ നമുക്ക് ഒരു I എന്ന കാറ്റഗറിയിൽ തിരിച്ചിട്ട് നമുക്ക് ആ ഒരു നമ്പേഴ്സ് എഴുതി വെക്കാനായിട്ട് സാധിക്കും. E ഫോർ ഈ കോണ്ടാക്ട്സ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ തന്നെയാണ് ഈ ഒരു കോണ്ടാക്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. FB ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ വെറുതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതിലൊക്കെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് വളരെ എളുപ്പത്തിൽ, വളരെ കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി N ഫോർ നൈബേഴ്സ്, നമ്മളുടെ അയൽവാസികൾ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നു, എനിക്ക് ഇവിടെ അയൽവാസികളുണ്ട്, എന്റെ മുമ്പ് ഞാൻ ജനിച്ച സ്ഥലത്ത് അയൽവാസികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ മാറി മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നൈബേഴ്സ് ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികൾക്കാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അവർക്കാണ് കൂടുതൽ കോണ്ടാക്ട്സ് ഉണ്ടാവുക അല്ലെ. അപ്പൊ മാക്സിമം എല്ലാവരുമായിട്ട് കണക്ഷനിൽ വരാനായിട്ടും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി D4 സർ, D4 എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോ അതിൽ ഡോക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്മൾ പണ്ടൊക്കെ ഒരു വലിയ കട്ടിയുള്ള ബുക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ലാൻഡ് ഫോൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ കുറേ ഡയറക്ടറിയിൽ കുറേ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറിയാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ടറി നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് നമ്മൾ നല്ല രീതിയിൽ അങ്ങനെ ആ ഒരു ഡയറക്ടറി വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. S ഫോർ സ്ട്രേഞ്ചേഴ്സ്, ഇതിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്സിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് കേട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച് വന്ന വ്യക്തികളാണെങ്കിൽ കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു വിമുഖത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ. കാരണം നമ്മൾ ഇതിൽ വരുമാനം വാങ്ങിക്കുന്നതിന് മുമ്പും അവർ പറയും നിങ്ങൾ ഇതിൽ വിജയിച്ച് കാണിക്കൂ എന്നിട്ട് ചേരാം എന്ന് പറയും. വിജയിച്ച് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ ഇതിൽ വരുമാനം വാങ്ങിക്കുന്ന ഹൈ ലെവൽ വരുമാനം വാങ്ങിക്കുന്ന ലീഡേഴ്സിനോട് ചോദിച്ചാൽ വരെ അറിയാം, അവർക്കും ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന കാരണം അവർ പറയുന്ന വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കും, എനിക്കതിന് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കതിന് നേരമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആരിലേക്കാണ്? സ്ട്രേഞ്ചേഴ്സിലേക്കാണ്. ഈ സ്ട്രേഞ്ചേഴ്സിന്റെ ഒക്കെ മൊബൈൽ നമ്പർ പെട്ടെന്ന് ഓടി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരുടെ
ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ തിരിച്ചും ചിരി എന്ന് പറയുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ചിരി തിരിച്ചു കിട്ടും. പിന്നെ പലപ്പോഴും ഇപ്പൊ യാത്രകളിലൊക്കെ ഒരുപാട് നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോ ഈ വാട്സപ്പ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് ഒരു ബസ്സിൽ പോകുന്ന ആൾക്കാർ വാട്സപ്പ് ഗ്രൂപ്പ്, ട്രെയിനിൽ പോകുന്ന ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പ്, അല്ലെ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു ഫ്രണ്ട്സ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ തിരിച്ചു 100 പേരുടെ ലിസ്റ്റ് ആദ്യം എഴുതി. ഇനി എങ്ങനെ ഇതില് കാറ്റഗറി തിരിച്ചെഴുതാം അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇപ്പൊ തുടക്കക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സിറ്റ് വിത്ത് യുവർ അപ്ലൈൻ. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുമായിട്ട് ഒന്ന് സിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് റെഡിയാക്കിയിട്ട് എങ്ങനെ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റ് ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കുമെന്ന് അവരോട് പറയാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറെ നമ്മളുടെ ഫോണിലെ കോൺടാക്ട്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ അപ്ലൈൻ എഴുതി കൊടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് അവരോട് ലിസ്റ്റ് ബിൽഡ് ചെയ്യാനല്ല കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാനായിട്ടാണ് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നമ്മളുടെ അപ്ലൈനെ കാണാനായിട്ട്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ആ ഒരു അപ്ലൈനെ കൊണ്ട് മാത്രം ചെയ്യിക്കുന്ന ഒരു രീതി ശരിയല്ല, അല്ലെ? ഇത് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് പ്രീ ജഡ്ജ്. ആരെയും പ്രീ ജഡ്ജ് ചെയ്യരുത് ഒരു കാര്യത്തിലും. നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ വേറെ എന്ത് കാര്യമാണെങ്കിലും ഒരാളെയും മുൻവിധി ചെയ്യുക എന്ന് പറയും. കാരണം അവരങ്ങനെയാണ്. നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അവരങ്ങനെയാണെന്ന്? തീർച്ചയായിട്ടും ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾക്ക് ചില വ്യക്തികളോട് ഒരു കാര്യമില്ലെങ്കിലും ചിലപ്പോൾ ഒരു അകൽച്ച തോന്നാം. പക്ഷെ അവരായിട്ട് കൂടുതൽ സംസാരിച്ചു വരുമ്പോൾ ഇവർ ഇത്രയും സിമ്പിൾ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്. ഡോണ്ട് പ്രീ ജഡ്ജ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇവർക്ക് ഈ ബിസിനസ് വേണ്ട, ഇവർക്ക് വലിയ കാറും വീടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവർക്ക് ഈ ബിസിനസ് വേണ്ട, ഇവർക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഈ ഒരു ബിസിനസ് വേണ്ട എന്ന് നമ്മൾ തന്നെ പ്രീ ജഡ്ജ് ചെയ്യാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ പ്രീ ജഡ്ജ് ചെയ്യരുത്. കാരണം ഒരുപാട് പൈസയുള്ള വ്യക്തിക്ക് ചിലപ്പോ കൂടുതൽ പൈസ ഉള്ളവരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ നാട്ടിലൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ വീണ്ടും വീണ്ടും സൈഡ് ബിസിനസ് വേറെ ചെയ്യുന്നുണ്ടാവും. കാരണം അവർക്ക് പൈസയുടെ മൂല്യം അറിയാം, എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാനെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മേഖലകൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആരെയും പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക, നമ്മൾ അവരോട് ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു 100 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതി, 100 പേരുടെ ലിസ്റ്റ് നമ്മുടെ അപ്ലൈന്റെ സഹായത്തോടെയൊക്കെ എഴുതി, ഒരു പ്രീ ജഡ്ജിങ്ങും ഇല്ലാതെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കൂലിയും വേലയും ഒന്നുമില്ലാത്ത വ്യക്തികളായിക്കോട്ടെ, അവരെയും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 100 പേരുടെ ലിസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് അതിൽ വീണ്ടും ചെയ്യേണ്ടത്? അഗെയിൻ നമ്മൾ അതിനൊരു ലിസ്റ്റിനെ ഒരു 30 പേരുടെ ഒരു ലിസ്റ്റായിട്ട് ഷോർട്ട് ചെയ്യാണ്. അതായത് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ? അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ദ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വേണം അതൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട്. വെറുതെ 100 പേരുടെ പേര് എഴുതിയിട്ട് 30 പേരെ, ആദ്യം കാണുന്ന 30 പേരെ, അങ്ങനെയല്ല. നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മോസ്റ്റ് അംബീഷ്യസ് പീപ്പിൾ. ആരാണ് അംബീഷ്യസ് ആയിട്ടുള്ള പീപ്പിൾസ്? കാരണം ഏറ്റവും ബിസി ആയിട്ടുള്ള പീപ്പിൾ, അതായത് കൂടുതൽ കാര്യങ്ങളിൽ എപ്പോഴും ബിസിയാണ്. നമ്മൾക്കറിയാം ചില വ്യക്തികൾക്ക് എന്താ ചെയ്യുന്നത്, അല്ല കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ. പക്ഷെ ചില വ്യക്തികൾ ഒട്ടും നേരം കിട്ടുന്നില്ല ലൈഫിൽ, ആ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്യണം, അത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്ന വ്യക്തികൾ ഉണ്ടാവും. അവരാണ് മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുള്ള വ്യക്തികൾ. കാരണം ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം വേറെ ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവർക്ക് വരുമാനം നേടണം, അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാനായിട്ട് കുറെ ബുക്കുകൾ വായിക്കുന്നവർ, അല്ലെങ്കിൽ കുറെ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നവർ, അവർക്ക് കൂടുതൽ അറിവ് നേടണമെന്നും അല്ലെങ്കിൽ സമ്പാദിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള വ്യക്തികളാണ്. അപ്പൊ മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളെ ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കോണ്ടാക്ട്സിൽ നിന്നാണ്, അല്ലെ? ഇപ്പൊ കുറെ അധികം വ്യക്തികളെ പേഴ്സണലി നമുക്ക് അറിയാമായിരിക്കും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള 30 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി അതാ സെലക്ട് ചെയ്യുന്ന വ്യക്തികളിൽ
എന്താ മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അതില് നമുക്ക് എന്താ പറയാ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ അതായത് ഒരു ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, വൈഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ചില സ്ഥലങ്ങളിൽ. ഞാനും ജോലിക്ക് പോകും, കാരണം നമ്മൾക്ക് ഒരാൾ കൊണ്ടുവരുന്ന വരുമാനത്ത് കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല, നമ്മുടെ ചെലവുകളൊക്കെ കൂടുതൽ കൂടി കൂടി വരുമല്ലേ. അപ്പൊ ചിലപ്പോൾ ഹസ്ബൻഡിന് ജോലിക്ക് വിടാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർ ഇതുവരെയും അവരോട് ജോലിക്ക് പോവണ്ട, കാരണം വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഇനി അവരെ ജോലിക്ക് കൂടെ വിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. പക്ഷെ ഭാര്യമാർ ഇവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരെ ജോലിക്ക് സ്വമേധയാ ജോലിക്ക് പോകുന്ന വ്യക്തികളുണ്ടല്ലേ, അവര് മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്പാദിക്കണമെന്നുണ്ട്, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ളവർ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾക്ക് ഈ ഒരു ബിസിനസ് അവരെ നമുക്ക് ഒരു നമ്മുടെ ഈ ഒരു 30 പേരുടെ ലിസ്റ്റിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുത്തു. പിന്നെ യുവർ ബെസ്റ്റ് ഫാമിലി, നമ്മളുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു, നമ്മൾ പണ്ടൊക്കെ പറയും ഒരു ഉപ്പിട്ട് വേവിച്ചാൽ വരെ നമ്മളുടെ കൂടെ വരുന്ന, ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഫാമിലീസിനെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ചിലപ്പോൾ മേ ബി അവര് ഈ ഒരു കസ്റ്റമർ ആയിട്ടാണെങ്കിൽ കൂടെ നമ്മളോടൊപ്പം നിൽക്കാം അല്ലെ. നമ്മൾ ഈ ഒരു കാരണം ഇത് നമ്മൾ വിട്ടു പോയാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു ഫാമിലിനെ വേണ്ട, നമ്മൾ ഇപ്പൊ ഒരു സോപ്പും പേസ്റ്റും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ മടി ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ മടിച്ചു നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികളെ നമ്മൾ നെറ്റ്വർക്കിങ്ങിലൂടെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ക്രിയേഷനിലെ ബാക്കിയുള്ളവരൊക്കെ ആരെങ്കിലും ഒക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ചിലപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അവർ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആരെയും വിടണ്ട, യുവർ ബെസ്റ്റ് ഫാമിലിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ. അടുത്ത ഇതെന്ന് പറയും, അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സർ, പിന്നെ നമുക്ക് ഇതിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള, അതായത് ഒരു ജോലി ചെയ്യുന്നുവെങ്കിലും അവർക്ക് അതിൽ കൂടുതൽ കൂടുതൽ പ്രാവീണ്യം നേടാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ അതിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യക്തികൾ. ഇപ്പോ എന്റെ ബ്രദർ, എന്റെ ഏട്ടൻ ഒരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ആദ്യം പുറത്തൊക്കെ സ്കൂളിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഓരോ വീടുകളിൽ പോയിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു സ്ഥാപനമായിട്ട് മാറി. പിന്നെ കൊറോണ വന്നതിന് ശേഷം നമുക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എടുത്തു. അങ്ങനെ ഓൺലൈൻ ആയിട്ട് പ്ലാറ്റ്ഫോം എടുത്തപ്പോൾ ഈ മ്യൂസിക് പഠിക്കുന്ന വ്യക്തികൾ തന്നെ അവർ ഇൻസ്ട്രുമെന്റ്സ് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുമ്പോൾ ഏട്ടൻ തന്നെ അതിൽ വയലിൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി, മൃദംഗം ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ കൂടുതൽ കൂടുതൽ അനന്ത സാധ്യതകളാണ് അല്ലേ. കാരണം ഒരു പാട്ട് പഠിപ്പിക്കുന്നു എന്നതിലുപരി തന്നെ അതിലൂടെ തന്നെ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതുപോലെ ചെയ്യാനായിട്ട് അതിൽ കൂടുതൽ സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ അതിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ കൂടുതൽ നമുക്ക് മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളോട് ഈ ഒരു ബിസിനസ് പറയുമ്പോൾ അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ജോലി ചെയ്ത് അതിൽ വിജയിച്ചു എന്ന് കാണുന്ന വ്യക്തികളോട് ഈ ഒരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഇപ്പൊ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് പൊട്ടിപ്പാളീസ് ആയിട്ടുള്ള വ്യക്തികളോട് ഈ ഒരു ബിസിനസ്, നമ്മളൊരു ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ അവരെന്താ പറയാ, ഓ ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു 30 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ള വ്യക്തികളെ ആദ്യത്തെ ആ ഒരു 30 ലിസ്റ്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സെയിം ലെവലിൽ, അല്ലെങ്കിൽ നമ്മുടെ എബോവ് ലെവലിൽ ഉള്ള വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്കറിയാം നമ്മള് എന്താ നമ്മുടെ തോട്ട് ലെവല്, നമ്മളുടെ ചിന്തയിൽ നിൽക്കുന്ന, നമ്മളിപ്പോ ഒരു വിജയിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. ഒന്നുകിൽ നമ്മുടെ ലെവലിൽ നിൽക്കുന്ന ധാരയിൽ നിൽക്കുന്ന വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ വിജയിക്കണം. ഇപ്പൊ ചില ഡൗൺലൈൻസ് ഒക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ എനർജറ്റിക് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. എന്റെ കൂടെ ഒരുപാട് ഡൗൺലൈൻസ് അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനും ചില സമയങ്ങളിൽ അവരുടെ ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതായത് നമ്മളെക്കാൾ കൂടുതൽ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളാണ് അവര്. അപ്പോൾ നമ്മളെക്കാൾ കുറഞ്ഞ ചിന്താഗതിയുള്ള വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്താണ്, അവര് മീറ്റിംഗിൽ കയറില്ല. നമ്മളിപ്പോ ഒരു 10 വ്യക്തികളെ, നമ്മളെക്കാൾ കുറഞ്ഞ ചിന്താഗതിയുള്ള വ്യക്തികളെ നമ്മൾ ബിസിനസ്സിൽ കണക്ട് ചെയ്തു, 10 പേരും ഈ മീറ്റിംഗിൽ കയറുന്നില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മളപ്പോ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിട്ട് പോകുന്നുണ്ടാവും അല്ലെ. അപ്പോൾ നമ്മളെക്കാൾ ഒന്നുകിൽ നമ്മളെ സെയിം ലെവലിൽ ഉള്ളവര്, അല്ലെങ്കിൽ നമ്മളെക്കാൾ
ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം നല്ല ലീഡേഴ്സ് വരുമ്പോഴാണ്, ചില ലീഡേഴ്സ് വരുമ്പോഴാണ് ആ ഒരു ടീം വലിയ ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നല്ല ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികൾ നമ്മളോടൊപ്പം ബിസിനസ്സിൽ വരുമ്പോൾ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആവാതെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു ചിന്താഗതി കുറവുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവരെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് ഈ ബിസിനസ് ആരോടും ഷെയർ ചെയ്യാനില്ല, പ്രോഡക്റ്റ് പറഞ്ഞിട്ട് ആരും വാങ്ങിക്കുന്നില്ല, അപ്പൊ നമുക്കും ബിസിനസ്സിൽ ഭയങ്കര മോശം, അല്ലെങ്കിൽ നമുക്കും ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നുണ്ടാവും. ഇനി അടുത്തതാണ് യൂസ് മാൻ മെത്തേഡ്. ഈ ഒരു മാൻ മെത്തേഡ് എന്ന് പറയുന്ന കാര്യം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം ഈ മാൻ എന്ന് പറയുന്നത് അതിനൊരു എക്സ്പാൻഷൻ ഉണ്ട്. എം ഫോർ മണി, പൈസ ഉള്ള വ്യക്തികൾ. അതായത് നമുക്കറിയാം ഈ ഒരു ഐഡിയ ആക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കേണ്ടത്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിന് വാങ്ങിക്കാനായിട്ട് നമുക്ക് ആദ്യം പൈസ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ജോലിയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് സ്വന്തമായിട്ട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു 30 പേരുടെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. അതുപോലെ തന്നെ അതോറിറ്റി, A ഫോർ അതോറിറ്റി ആണ്. അതായത് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന വ്യക്തികൾ. ഈ ഒരു പ്രസന്റേഷൻ കേട്ടിട്ട് ഇപ്പോൾ ചില ലേഡീസിന് നമ്മൾ ഇത് പ്ലാൻ കൊടുക്കുമ്പോൾ അവർ പറയും ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ ചോദിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു അതോറിറ്റി പവർ ഉള്ള വ്യക്തികളെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു 30 പേരുടെ ലിസ്റ്റിലേക്ക് പ്രയോറിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീഡ്, അതായത് ആവശ്യങ്ങളുള്ള വ്യക്തികളെ, ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള വ്യക്തികളെ, ഇപ്പൊ ഒരു നീഡ് ഇല്ലാത്ത വ്യക്തികളെ നമുക്കൊരു നീഡ് അവർക്കൊരു ക്രിയേറ്റ് ചെയ്യാൻ, നമുക്കും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. അപ്പൊ അവർക്ക് നമുക്ക് ഇപ്പൊ ഒരു ആരോഗ്യം, ഉദാഹരണത്തിന് ആരോഗ്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് വണ്ണമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വണ്ണം, ഒരുപാട് നാളായിട്ട് നിങ്ങൾ വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഡയറ്റ് ചെയ്യുന്നു, ഒരുപാട് മരുന്നുകൾ ചെയ്യുന്നു, കുറെ കമ്പനീസിന്റെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചില്ലേ, കുറെ എക്സസൈസ് ചെയ്തില്ലേ, കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തില്ലേ, ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അപ്പൊ അവരുടെ ആൻസർ എന്താണ്? ഇല്ലെന്ന് തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം അവർ ഇപ്പോഴും വണ്ണം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ നീഡ് എന്താണ്? ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് അവർ കുറെ നാളായിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ നീഡ് എന്ന് പറയുന്നത് ഈ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് വെസ്ലിം കാറ്റഗറിയിലെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഒരു നീഡ് അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ പോലെ നീഡ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അവിടെ നമ്മുടെ ആ ഒരു പ്രശ്നം, നിങ്ങൾ ഇത്രയും നാളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല വരുമാനം, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളില്ല എങ്കിൽ നിങ്ങളുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം, ഒരു വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന വ്യക്തി നമ്മളാണെന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള നീഡ് അവരിലേക്ക് കൊടുക്കുമ്പോൾ ശരിയാണല്ലോ, എങ്ങനെയായിരിക്കും നമ്മൾ അത്രയും നാൾ അവരുടെ ലൈഫ്, കാരണം വരുമാനം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു വ്യക്തി ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വരുമാന സ്രോതസ് നിലച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നൊന്നും അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു നീഡ് അവരിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് അവിടെ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓൾറെഡി നീഡുള്ള വ്യക്തികളെ നമ്മൾ പ്രയോറിറ്റി ചെയ്യണം എങ്കിൽ പോലും അതിനുശേഷം വരുന്ന ലിസ്റ്റുകളിലേക്ക് നമുക്ക് ഈ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടും അവരെ ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു 100 പേരുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു 5 പേരോട് ആദ്യം ബിസിനസ് ഷെയർ ചെയ്തു, 5 പേര് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് വീണ്ടും 5 പേര് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താണ് ഒരു 95 പേരുടെ ലിസ്റ്റ് വീണ്ടും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്കതിലൊരു മടുപ്പ് വരില്ല. ഇനിയും ഉണ്ടല്ലോ 5 പേര് പോയെങ്കിൽ പോട്ടെ, കാരണം നമുക്ക് ഇവിടെ ഹ്യൂജ് നമ്പർ ആയിട്ടുള്ള 95 വ്യക്തികൾ നമ്മളോടൊപ്പം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ഒരു മാൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു 30 പേരുടെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആസ്ക് ദ റെഫറൽസ് ഫോർ റെഫറൽസ്.
ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ പ്രോഡക്ട്സ് ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിലും നമ്മൾ പ്രോഡക്ട്സ് മാത്രം അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു നല്ല കൺസ്യൂമർ ആയിട്ട് ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് കൺസ്യൂമർ നമ്മളോടൊപ്പം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അവരോട് പറയാണ്, അവർക്ക് വരുമാനമൊന്നും വേണ്ട, വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, അവർക്ക് ഈ ഒരു സപ്ലിമെന്റ്സ് മാത്രം മതി. പക്ഷെ അവർക്ക് ഇതൊന്നും ബിസിനസ് ആയിട്ടൊന്നും ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് അവരുടെ റെഫറൻസ് എടുക്കാം. അതായത് അവരൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുത്തു, പ്രോഡക്റ്റിൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. ആ റിസൾട്ടിൽ നിന്ന് അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ ഈ ഒരു സെയിം പ്രശ്നമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യൂ കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, പുതിയ ടെക്സ്റ്റൈൽസ് ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അവർ നമ്മളോട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവിടുത്തെ മുതലാളിയൊക്കെ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ പറയും, ഇങ്ങനെ ഒരു നല്ല ഷോപ്പുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ പറയൂ കേട്ടോ അല്ലെ, അങ്ങനെ പറയും. അതെന്താണ്, നമ്മളുടെ റെഫറൻസ് ചോദിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ആണ് അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് ഷെയർ ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ല എങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്ട്സ് കൊടുക്കുന്ന വ്യക്തികളായിട്ട് അവരുടെ റെഫറൻസ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മളുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആഡ് 2 നെയിംസ് ടു ദ ലിസ്റ്റ് ഡെയിലി. എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ലിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് 100 പേരുടെ ലിസ്റ്റ് നമ്മൾ എഴുതി 30 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ബിസിനസ് കാണിച്ചു കൊടുത്തു അല്ലെ. അതൊക്കെ അതിന്റെ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അതിനുശേഷം അപ്പോൾ 95 പേർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം 95 പേരുള്ളൂ. അപ്പോൾ അടുത്ത എല്ലാ ദിവസവും ഈ ഒരു 2 പേർക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മാക്സിമം ഓഫ് നമ്പേഴ്സ് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്ത് പോവാണ്. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ശീലങ്ങളാണ് അല്ലെ. നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലാണോ നമ്മൾ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്നത്? അല്ല, നമുക്ക് കുറേ അധികം ശീലങ്ങളുണ്ട്, ശീലങ്ങളും ദുശീലങ്ങളും ഉണ്ട് അല്ലെ. പക്ഷെ നല്ല ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഒരിക്കലും എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിൽ പോലും നമ്മൾ മാറ്റി വെക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കോട്ടെ, ആരൊക്കെ മരിച്ചോട്ടെ, നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ശീലമായിട്ട് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിനെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ഈ ഒരു ലിസ്റ്റ് ബിൽഡിങ്ങിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു ഹാബിറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഈ ഒരു ബിസിനസ്സിൽ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ആ ഒരു നമ്പേഴ്സ് എത്രമാത്രം കൂടുതൽ നമ്മൾക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത്രമാത്രം നമ്മൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം മാക്സിമം നെറ്റ്വർക്ക് മാക്സിമം എത്രമാത്രം കൂടുന്നു അത്രമാത്രം നെറ്റ് വർത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്ലൈന്റെ സഹായത്തോടെ 100 പേരുടെ ലിസ്റ്റ് ചെയ്തു, 30 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അവരെ പ്ലാൻ കാണിച്ചു, വീണ്ടും ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ഇനി ഇതൊരു സിംഗിൾ ഡേയിൽ ചെയ്യേണ്ട പ്രോസസ് ആണോ? അല്ല, നമ്മൾ പറഞ്ഞു ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ എത്രമാത്രം നാളുണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻസ് നമ്മൾ DCD ആയിക്കോട്ടെ, DCD ആയിക്കോട്ടെ, UCD ആയിക്കോട്ടെ, എത്ര ഹയർ ലെവൽസ് ഉണ്ടായി എങ്കിൽ പോലും നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളോടൊപ്പം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ്. നമ്മൾ പറയുന്നു ഇതൊരു എന്താ പറയുക, ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം ചെയ്തു, ഞാൻ ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറി എടുത്തിട്ട് നമ്മുടെ ഡൗൺലൈൻസിന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കും ഈ ഒരു കാര്യം, എന്റെ അപ്ലൈൻ ചെയ്യുന്നുണ്ടല്ലോ, അവർ വിജയിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനും എന്തുകൊണ്ട് എനിക്കും ഈ ഒരു കാര്യം ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മൾ അവരിലേക്ക് കൊടുക്കുമ്പോഴാണ് അവരും ചെയ്യുന്നത്. ആ മാക്സിമം ലിസ്റ്റ് നമ്മളും നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരും കൂടെ ഒന്നിച്ചു നിന്ന് ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് എന്ന ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആവുന്നതും നമുക്ക് ഈ ഒരു ബിസിനസ് ഹയർ ലെവലിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ഒത്തിരി വ്യക്തികൾ, പഴയ ലീഡേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനി എന്നെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ റീസ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു 2026 ഫസ്റ്റ് ഡേ ആണല്ലേ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേയിൽ നമ്മുടെ ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ്
ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ നിങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എഴുതി വെക്കണം എന്നല്ല, നമുക്ക് ആദ്യം കുറച്ച് 30 പേരുടെ ആണ് ആദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് നമ്മളിലേക്ക് ഈ ഒരു ലിസ്റ്റ് ബിൽഡിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുവരെ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യാം. 4 ബേസിക്സ് കംഫർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു പുതുവർഷത്തിൽ പുതിയ ഹയർ പി ലെവൽസിലേക്കും ഹയർ ചെക്ക് ലെവലിലേക്കും നമുക്ക് ഈ ഒരു ഇൻകം ലെവലിലേക്കും എല്ലാവർക്കും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം സെഷൻ കേട്ടിരുന്ന എല്ലാവർക്കും ഇത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽത്ത്. ഗെറ്റ് ബാക്ക് ടു MC ആർഷ മാം. താങ്ക് യു ഷുജിത മാം. വളരെ മനോഹരമായിട്ട് തന്നെ എങ്ങനെയാണ് ലിസ്റ്റ് ബിൽഡ് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ ഷുഷിത മാമിന് ഒരു നന്ദി അറിയിക്കാം. അതുപോലെ തന്നെ മോർണിംഗ് CP MC ചെയ്യാൻ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും CEP പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ സക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡേഴ്സ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ന്യൂ മെമ്പേഴ്സ്, നമ്മുടെ ഡൗൺ ലൈൻസിനെ എല്ലാവരും ഈ ഒരു മോർണിംഗ് CEP പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് വിഷ് യു വെൽത്ത്. താങ്ക് യു.